أشهد أن محمد رسول الله. ഒരു മാസം 30 ദിവസം വിശപ്പും ദാഹവും മാത്രമല്ല, ഹൃദയത്തെ ശുദ്ധമാക്കിയൊരു യാത്ര, ഒരാത്മാവിൻ്റെ പരിശുദ്ധി. ആ യാത്രയുടെ അവസാന ദിനം ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു, ഈദ് എന്ന ഈ മനോഹരമായ പ്രഭാതത്തിലേക്ക്. പ്രഭാതത്തിന്റെ ആദ്യ വെളിച്ചം ഭൂമിയെ സ്പർശിക്കുമ്പോൾ, മസ്ജിദുകളിലെ തക്ബീർ ശബ്ദം ആകാശത്തെ നിറയ്ക്കുമ്പോൾ, ഒരു പുതിയ പ്രതീക്ഷ, ഒരു പുതിയ ആരംഭം നമ്മളിൽ ജനിക്കുന്നു. റംസാൻ നമ്മെ മാറ്റിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് ഒരു പതിവ് മാത്രമായിരുന്നോ? വിശപ്പുള്ളവന്റെ വേദന, ദാഹമുള്ളവന്റെ കണ്ണീർ, അത് നമ്മൾ അനുഭവിച്ചോ? അല്ലെങ്കിൽ സമയത്തിന്റെ കണക്ക് നോക്കി നോമ്പ് തീർന്നതിൽ മാത്രം നാം ഒതുങ്ങിയോ? റംസാൻ നമ്മെ എന്താണ് പഠിപ്പിച്ചത്? ഭക്ഷണം ഒഴിവാക്കുവാനല്ല, അഹങ്കാരം ഒഴിവാക്കുവാനാണ്, കോപം വിട്ടുകളയുവാനാണ്, മനസ്സ് ശുദ്ധമാക്കുവാനാണ്. ഒരു പുഞ്ചിരി, ഒരു കൈത്താങ്ങ്, ഒരു ചെറിയ സഹായം, ഇവയാണ് ഈ ലോകത്തെ മാറ്റുവാൻ കഴിയുന്ന വലിയ ശക്തികൾ. ഇന്ന് ഈദാണ്, പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്ന ദിനം. പക്ഷേ നമ്മൾ നമ്മുടെ ആത്മാവിന് പുതിയ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ? നമ്മളെ വേദനിപ്പിച്ചവരെ ക്ഷമിക്കുവാൻ നമുക്ക് കഴിഞ്ഞോ? നമ്മൾ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കണം എന്ന് പറയുവാൻ നമ്മൾ ധൈര്യം കാട്ടിയോ? ഈദ് എന്നത് ഒരാഘോഷമല്ല, അതൊരു തിരിച്ചറിവാണ്. നമ്മൾ ആരാണ്? നമ്മൾ എവിടെയാണ് പോകുന്നത്? എന്താണ് നമ്മൾ വിട്ടുപോയത്? ഒരു കുഞ്ഞിന്റെ ചിരിയിൽ ഈദുണ്ട്, ഒരു മാതാവിന്റെ പ്രാർത്ഥനയിൽ ഈദുണ്ട്, ഒരു ദരിദ്രന്റെ മുഖത്ത് വിരിയുന്ന സന്തോഷത്തിൽ ഈദുണ്ട്. നമ്മൾ ആർക്കെങ്കിലും മനസ്സിലാക്കാതെ കഴിയുന്ന ഈ സുഖം, അവിടെ തന്നെയാണ് യഥാർത്ഥ ഈദ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആർക്കെങ്കിലും വിശപ്പുണ്ടോ എന്ന് ഒരു നിമിഷം ചിന്തിക്കുക. നമ്മൾ ചിരിക്കുമ്പോൾ ആർക്കെങ്കിലും കണ്ണീരുണ്ടോ എന്ന് ഒരു നിമിഷം ഓർക്കുക. കാരണം നമ്മളുടെ സന്തോഷം മറ്റൊരാളുടെ വേദനയെ മൂടരുത്. ഈ ഈദ് ദിനത്തിൽ നമുക്ക് ഒരു തീരുമാനമെടുക്കാം: കൂടുതൽ സ്നേഹിക്കുവാൻ, കൂടുതൽ കരുണ കാണിക്കുവാൻ, കൂടുതൽ മനസ്സിലാക്കുവാൻ. ജീവിതം ചിലപ്പോൾ നമ്മെ തളർത്തും, പക്ഷേ ഓരോ ഇരുട്ടിന് പിന്നിലും ഒരു വെളിച്ചമുണ്ട്. ഓരോ പ്രാർത്ഥനയും കേൾക്കപ്പെടുന്നു, ഓരോ കണ്ണുനീരും ദൈവത്തിന്റെ ദൃശ്യത്തിൽ കാണപ്പെടുന്നു. ഈ ഈദ് നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം നിറയ്ക്കട്ടെ, നിങ്ങളുടെ വീടുകളിൽ സന്തോഷം നിറയ്ക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നിറഞ്ഞൊഴുകട്ടെ. നിങ്ങൾ എവിടെയായാലും ആർക്കൊപ്പമായാലും ഓർക്കുക, നമ്മൾ എല്ലാം ഒരേ ദൈവത്തിന്റെ മക്കളാണ്. ഈദ് മുബാരക്. रमजान के महीने में जो नेकियां कमाता है, अल्लाह को खुद के करीब वो